ഭീതിയുടെ പ്രതീതി സമ്മാനിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നും അപ്പാടെ വ്യത്യസ്തമായ സെമിത്തേരി നിർമ്മിച്ചിരിക്കുകയാണ് തൃശ്ശൂരിലെ ഒരു ക്രൈസ്തവ ദേവാലയം. പുതിയ കാലത്തെ സ്ഥലപരിമിതിക്കും പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമെന്നോണം ഇരിഞ്ഞാലക്കുട രൂപതയുടെ കീഴിലെ വല്ലക്കുന്ന് സെന്റ് അൽഫോൺസ ദേവാലയത്തിലാണ് ഇരുനില കെട്ടിടത്തിൽ സെൽ മോഡലിൽ കല്ലറകൾ ഒരുക്കിയിരിക്കുന്നത്. ഒരു പാരിഷ് ഹാൾ അല്ലെങ്കിൽ ഷോപ്പിംഗ് മാൾ എന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ തോന്നുമെങ്കിലും അകത്ത് കയറിയാൽ ഇരുനിലകളിലായി 6000 ചതുരശ്ര അടിയിൽ 388 കല്ലറകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഒരു പ്രത്യേകതയായിട്ട് പറയുക ഏകദേശം 388ഓളം കല്ലറകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു ക്രൈസ്തവ ദർശനം, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്നുള്ള ക്രൈസ്തവ ദർശനത്തെ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിമിട്രി ഇവിടെ രൂപീകൃതമായത്. 2008 ഇടവക രൂപീകൃതമാകുന്നത്. ആ സമയത്ത് ഇവിടെ സിമിത്തേരി ഇല്ല. അതിനുശേഷം ഇവരുടെ അധ്വാനം അതുപോലെ തന്നെ പ്രാർത്ഥനയും വഴിയാണ് എല്ലാം അനുവാദത്തോടു കൂടിയൊക്കെയാണ് പേപ്പർ വർക്കുകളൊക്കെ ചെയ്ത് വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് ഈ സിമിട്രി നമുക്ക് അനുവദിച്ച് കിട്ടിയത്. 3 കോടി രൂപ ഇടവജനങ്ങൾ പിരിവിട്ടെടുത്തുകൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ചൂടും മഴയും തുടങ്ങി കാലാവസ്ഥ എന്തു തന്നെയായാലും സംസ്കാര ചടങ്ങിൽ എല്ലാവർക്കും ഇരുനിലകളിലുമായി നിന്നുകൊണ്ട് പങ്കുചേരാനാകും. നിലവിൽ കേരളത്തിൽ വിവിധ പള്ളികളിൽ സെമിത്തേരിയിൽ ഏതാനും സെല്ല് കല്ലറകൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഒരു കെട്ടിടം പണിതുകൊണ്ട് അതിനുള്ളിൽ കല്ലറകൾ ഒരുക്കുന്നത് ആദ്യമായാണ്. പഴയകാല തുറന്ന സെമിത്തേരികളുടെ സമീപത്തെ താമസക്കാർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും പുതിയ സെമിത്തേരിയിലൂടെ ഇല്ലാതാകും. കൺസ്ട്രക്ഷൻ ഇത് കംപ്ലീറ്റ് കോൺക്രീറ്റ് സ്ട്രക്ചറാണ്, റീഇൻഫോഴ്സ്ഡ് ആണ്. ഒരു 100 years ലൈഫ് നമ്മൾ അഷ്വർ ചെയ്തിട്ടുണ്ട്. കാരണം ഇതെപ്പോഴും നമുക്ക് മാറ്റി മറിക്കാൻ പറ്റില്ല, ഒരു മെയിൻ്റനൻസും പാടില്ല. അപ്പോൾ ഇതൊരു പക്കാ സ്ട്രക്ചറാണ്. ഒരു തരത്തിലുള്ള പേടി ആവശ്യമില്ല. ഓൾവേസ് വിത്ത്സ്റ്റാൻഡ് എനി ടൈപ്പ് ഓഫ് ക്ലൈമറ്റ്. ഇത് സാങ്ഷൻ ചെയ്യുന്നതിന് മുന്നേ ഫീൽഡ് ഇൻസ്പെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഏരിയയിൽ നിന്നും ഇതിൻ്റെ ഡിസ്റ്റൻസ് ഇവിടെ അടുത്ത് വീടുകളുണ്ട്. അപ്പോൾ വീടുകളുടെ മുന്നിൽ ഇത്ര ഡിസ്റ്റൻസ് വേണമെന്നുണ്ട്. അതെല്ലാം കീപ്പ് ചെയ്ത് എല്ലാ മാൻഡേറ്ററി റിക്വയർമെൻറ്റ്സും ലീഗൽ റിക്വയർമെൻറ്റ്സും ഞങ്ങളെല്ലാം ഫുൾഫിൽ ചെയ്തിട്ടാണ് ഈ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. നൈലോൺ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്, അങ്ങനെയുള്ള ഒന്നും പാടില്ല. മെറ്റാലിക് അങ്ങനത്തെ ഒരു സാധനങ്ങളും ഇതിൽ വോൾട്ടിൽ വെക്കാൻ പാടില്ല, ബോഡിയുടെ കൂടെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് ബയോഗ്രേഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കണം. ആ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കോസ്റ്റിൽ അങ്ങനെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഉണ്ടായിട്ടില്ല. എല്ലാം നല്ല ബ്രാൻഡ് മെറ്റീരിയലാണ്. സ്റ്റീലായാലും സിമെൻ്റ് ആയാലും ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ബ്രാൻഡ് മെറ്റീരിയലാണ് ഇതിൽ. അതെ, ഇത്തരത്തിലൊരു സെമിത്തേരി ആദ്യമായിട്ടാണ്. ഇനി കേരളത്തിൽ തന്നെ വളരെ റയറായിരിക്കുന്ന എനിക്ക് തോന്നണം. നാളിതുവരെ വല്ലക്കുന്ന് ഇടവയ്ക്ക് സ്വന്തമായി സെമിത്തേരി ഇല്ലാത്തതിനാൽ തൊട്ടടുത്ത പള്ളിയിലായിരുന്നു മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നത്. ഈ സാഹചര്യത്തിൽ 2018 സെല്ല് സെമിത്തേരിയുടെ നിർമ്മാണാശയം ഇടവക അംഗങ്ങൾക്കിടയിൽ രൂപപ്പെടുന്നത്. കഴിഞ്ഞ 1.5 വർഷം മുമ്പാണ് നിർമ്മാണം ആരംഭിച്ചത്. പുതിയ സെമിത്തേരി ഉദ്ഘാടനം ചെയ്തതോടെ അടുത്തിടെ മരണപ്പെട്ട 30 പേരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ ഇവിടെ എത്തിച്ച് സെല്ലുകളിൽ സംസ്കരിച്ചിട്ടുണ്ട്. ഇവ ദ്രവിക്കുന്ന മുറയ്ക്ക് സെല്ലുകളുടെ പിന്നിലെ അസ്ഥിക്കുഴിയിലേക്ക് നിക്ഷേപിക്കപ്പെടുകയും പുതിയ ആളുകളെ ആ സെല്ലുകളിൽ സംസ്കരിക്കാനും സാധിക്കും. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.